ഉത്തർപ്രദേശിലെ ഹാത്രസ് ദുരന്തത്തിൽ 6 പേർക്ക് സസ്പെൻഷൻ. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, വിശദാംശങ്ങൾ എന്താണ് വിനീത? ടിക്കരജിത്ത്, ഇന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ UP സർക്കാർ ഇങ്ങനൊരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. 6 ഉദ്യോഗസ്ഥരെയാണ് ഈ ഹത്രാസ് ദുരന്തവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ സിക്കന്ദർ റാവു തഹസിലിലെ SDM രവീന്ദ്രകുമാർ, ഒപ്പം തന്നെ തഹസിൽദാർ സുശീൽ കുമാർ, CO ഡോക്ടർ ആനന്ദ് കുമാർ, SHO ആശിഷ് കുമാർ, പോര ഔട്ട്പോസ്റ്റ് ഇൻചാർജ് ബ്രിജേഷ് പാണ്ഡെ, കൗച്ചര ഔട്ട്പോസ്റ്റിന്റെ ഇൻചാർജ് മൻവീർ സിംഗ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷനിലടക്കമുള്ള നടപടിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ഈ റിപ്പോർട്ട് വീണ്ടും വളരെ കൃത്യമായി തന്നെ പരിശോധിക്കും. അതിന്മേൽ കൂടുതൽ നടപടികൾ ആവശ്യമുണ്ട് എങ്കിൽ അത്തരത്തിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘം ഇന്നാണ് സർക്കാരിന് ഈ അന്വേഷണം പൂർത്തിയാക്കി 300 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 121 പേരുടെ ജീവൻ പൊലിഞ്ഞ ഈ ദുരന്തത്തിന് കാരണം തിക്കും തിരക്കുമെന്നാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള പിഴവ് പറ്റിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 80,000-ഓളം ആളുകൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു വേദി, ആ പരിപാടിയിൽ 2 ലക്ഷത്തിലധികം ആളുകളെയാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നിരവധി ആളുകൾ എത്തുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ക്രമീകരണങ്ങളോ സംഘാടകർ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള പിഴവുകൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. രാജ്യത്തെ തന്നെ നടുക്കിയ ദുരന്തമാണ്. ഗുരുതരമായ വീഴ്ച സംഘാടകർക്ക് വന്നിട്ടുണ്ട് എന്ന അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ആർക്കൊക്കെ എതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതാണ്ട് 80,000-ഓളം പേർക്ക് മാത്രമാണ് അവിടെ സൗകര്യമുണ്ടായിരുന്നത്. പക്ഷേ ആ പരിപാടിയിൽ പങ്കെടുത്തത് 2 ലക്ഷത്തോളം ആളുകളാണ്. അതുതന്നെ ആ ദുരന്തത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്.